ഗദ്ദ എന്ന സിനിമയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇതിലെ ചേട്ടൻ്റെ കഥാപാത്രവും ജനാർദ്ദനൻ സാറിന്റെ ഉണ്ണി എന്ന് പറഞ്ഞ ആ ഒരു കഥാപാത്രവും തമ്മിലൊരു കമ്പാരിസൺ വന്നിട്ടുണ്ട്. ഗദ്ദ കണ്ടായിരുന്നോ? സിനിമ ഞാൻ കണ്ടില്ല, പക്ഷെ ഞാൻ അതിൻ്റെ കുറച്ച് ആർട്ടിക്കിൾ വായിച്ചതാണല്ലോ. അതായത് ചേട്ടൻ്റെ വീട് എലിയുടെ ശല്യം കാരണം പോയൊരു വീടിനെ പറ്റിയുള്ള ആർട്ടിക്കിൾ വായിച്ചിരുന്നു. ആ ഒരു കമ്പാരിസൺ ചേട്ടന് എനിക്കത് ഭയങ്കര പേഴ്സണലായിട്ട് തോന്നി. ആ ഒരു ക്യാരക്ടേഴ്സ് തമ്മിലുള്ള അല്ല, എനിക്ക് തോന്നുന്നത് നത്തിങ് ടു കമ്പയർ വിത്ത് എലിപ്പത്തായം. എലിപ്പത്തായം ഈസ് ദി മാഗ്നം ഓപ്പസ് ഓഫ് ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ്റെയും എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്ന സിനിമയാണ് എലിപ്പത്തായം. അപ്പോൾ അതുമായി കമ്പയർ ചെയ്തുകൊണ്ടല്ല ഈ ഗദ്ദ എന്ന് പറയുന്ന സിനിമ. അതിനകത്തൊരു ഏരിയ പറയുന്നത് ഒരു തറവാടിൻ്റെ നശിക്കുന്നതിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തിൻ്റെയോ ആ വീടിൻ്റെ മൊത്തം ഒരു അന്തരീക്ഷമാണ് എലിയിലൂടെ ഈ സിനിമയിൽ പറയുന്നതെന്നേ ഉള്ളൂ. എലിപ്പത്തായമായി യാതൊരു കമ്പാരിസണും ഗദ്ദ എന്ന് പറയുന്ന സിനിമയ്ക്കുമില്ല, പ്രമേയത്തിനുമില്ല, കഥാപാത്രങ്ങൾക്കുമില്ല. എലിപ്പത്തായം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡ് ലഭിച്ച മലയാളത്തിലെ ഏക സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇറ്റ്സ് വൺ ഓഫ് ദി ബെസ്റ്റ്, ഏറ്റവും പ്രസ്റ്റീജിയസ് അവാർഡ് എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് അവാർഡാണ്. ശ്രീ അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്ത് എൻ്റെ അച്ഛൻ പ്രധാന വേഷം അഭിനയിച്ച എലിപ്പത്തായത്തിനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുമായിട്ട് വേറൊരു ഇത് ഞാൻ പറയുന്നില്ല.